ഒരു കുഴപ്പവുമില്ല. ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷം ഇത്രയും വിവാഹ പശ്ചാത്തലത്തിൽ എന്താണ് അവസാനമായി പറയാനുള്ളത്? ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? അത് നമ്മുടെ സാറിൻ്റെ അടുത്ത് വിഷ്ണുപുരം സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഒരു സമാധി നടന്നിട്ട് അത് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സ്ഥിതിയായിരിക്കും. അല്ല, അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തുനിന്നും ഉള്ള മഠാധിപതിമാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി ഇരുത്തും. അത് ശരിക്കും അവരെ മക്കളോടിയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രണ്ട് പാവപ്പെട്ട ഒരു സമാധി, രണ്ട് മക്കൾ അമ്മയും കരഞ്ഞു ഓ നമശിവ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ആ സംശയമെല്ലാം പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾക്ക് അതിൽ സ്വാഭാവിക മരണമെന്ന് കണ്ടതോടുകൂടിയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാരം നാളെ കൂടുതൽ ആചാരങ്ങളോടുകൂടി വിവിധ മഠാധിപതിമാരെ ക്ഷണിച്ച് ആചാരപൂർവ്വം സമാധി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ആചാരപ്രകാരം സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനും പറഞ്ഞത്. മകനുമാണ് പ്രതികരിച്ചത്.